നമസ്കാരം, എല്ലാവർക്കും ഡോക്ടർ വി പി ടോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇമോഷണൽ ഈറ്റിങ്ങിനെ കുറിച്ചാണ്. അതെ, എന്താണ് ഇമോഷണൽ ഈറ്റിംഗ് എന്നല്ലേ? ഈറ്റിംഗ് എല്ലാവർക്കും ഭക്ഷണം കഴിക്കുന്നതെന്ന് മനസ്സിലാവും. പക്ഷെ ഇമോഷണൽ ആകുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത് അതൊരു പ്രത്യേകതരം കണ്ടീഷനാണ്. വിശപ്പില്ലാതെ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയിട്ട് എന്താ കഴിക്കാനുള്ളതെന്ന് ചുമ്മാ സെർച്ച് ചെയ്യുന്ന ആളുകളുണ്ട് അല്ലെ? അതുപോലെ തന്നെ വളരെ ഇമോഷണൽ ആവുന്ന സമയത്ത്, ഇപ്പൊ സങ്കടമോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും വരുന്ന സമയത്ത് ചുമ്മാ ഇരുന്ന് ഐസ്ക്രീം ഒക്കെ ക്രേവ് ചെയ്യുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില സമയത്ത് ഇഷ്ടപ്പെട്ടൊരു ഭക്ഷണം, അതായത് അൺഹെൽത്തി ആയിട്ടുള്ളത്, ഒരിക്കലും സാലഡ് കഴിക്കാനൊക്കെ ആളുകൾക്ക് ക്രേവിങ് വരില്ല അല്ലെ? അതുപോലെ തന്നെ ഭയങ്കര അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കാൻ തോന്നുകയും അത് കഴിക്കുകയും കഴിച്ചതിന് ശേഷം ഭയങ്കര ഒരു ഗിൽട്ടി ഫീലിങ്ങോടുകൂടി ഇരിക്കുന്നവരും ഉണ്ടാവും. ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോഴാണ് നമ്മൾ അതിനൊരു ഇമോഷണൽ ഈറ്റിംഗ് എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് പെടുത്തുന്നത്. അതെ, നമ്മൾ വളരെ ഇമോഷണൽ ആകുന്ന സമയത്ത് നമ്മൾക്ക് കൃത്യമായിട്ടൊരു ഫിസിക്കൽ ഹങ്കർ അല്ലെങ്കിൽ കൃത്യമായ ഒരു വിശപ്പ് വരാതിരിക്കുമ്പോൾ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചുമ്മാ കഴിക്കാൻ തോന്നുന്നതെല്ലാം ഇമോഷണൽ ഈറ്റിംഗിൽ വരുന്നതാണ്. ഇന്ന് നമ്മൾ ഇമോഷണൽ ഈറ്റിംഗിനെ എങ്ങനെയൊക്കെ പ്രിവെന്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അതിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ആദ്യം കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു ഇമോഷണൽ ഈറ്റർ ആണോ എന്നുള്ളതാണ്. അതെ, ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യങ്ങൾ, അതായത് വളരെ നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ കോപ്പപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുമ്മാ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ടാവും. അതുപോലെ തന്നെ ആരും കാണാതെ ഒറ്റയ്ക്ക് ഇരുന്ന്, ഇപ്പോൾ കാറിൻ്റെ ഉള്ളിലിരുന്നാണെങ്കിലും ജങ്ക് കഴിക്കുന്ന ആളുണ്ടാവും. ഇത് കഴിച്ചതിന് ശേഷം അവർക്ക് ഭയങ്കര ഒരു ഗിൽട്ടി ഫീലിംഗ് വരുന്നുണ്ടാവും. പിന്നെ ഇപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും, സ്വിഗ്ഗിയുടെ ആഡുകളെല്ലാം മൊബൈൽ ഫോണിൽ വരുന്ന സമയത്ത് അപ്പം തന്നെ നമുക്കത് കഴിക്കാനുള്ള ഒരു ക്രേവിങ് വരും. പക്ഷെ ഇതൊന്നും ആക്ച്വലി ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹങ്കർ അല്ല. ഇതൊക്കെ ഒരു സ്യൂഡോ ഹങ്കറിൽ പെടുന്ന ഒന്നാണ്. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇമോഷണൽ ഈറ്റർ ആണ്. പിന്നീട് നിങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ഇമോഷണൽ ഈറ്റർ എന്നാണ്. കാരണം ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്കും ഭക്ഷണം കഴിക്കാനായിരിക്കും ഇഷ്ടം, ചില ആളുകൾക്ക് ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇങ്ങനെ പല രീതിയിൽ പല ടൈപ്പുകൾ ഇമോഷണൽ ഈറ്റേഴ്സ് ഉണ്ട്. അതിലേതാണ് നിങ്ങളെന്ന് ആദ്യം തന്നെ കണ്ടുപിടിക്കുക. ഇങ്ങനെ നിങ്ങൾ എന്ത് ടൈപ്പ് ഓഫ് ഇമോഷണൽ ഈറ്റർ ആണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രിഗറിങ് ഫാക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും അതിനെ പതുക്കെ തന്നെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി നമ്മൾ സംസാരിക്കുന്നത് ഇമോഷണൽ ഹങ്കറും ഫിസിക്കൽ ഹങ്കറും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. നിങ്ങൾ ഒരു ഇമോഷണൽ ഈറ്റർ ആണെന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഹങ്കർ അല്ലെങ്കിൽ ശരിയായിട്ടുള്ള ഒരു വിശപ്പ് എങ്ങനെയാണെന്ന് തിരിച്ചറിയേണ്ടതും അത്യാവശ്യമാണ്. ഇമോഷണൽ ഹങ്കർ എപ്പോഴും നമ്മൾ ഇൻസ്റ്റന്റ്ലി അതിനെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. പക്ഷെ ഫിസിക്കൽ ഹങ്കർ ആണെങ്കിൽ അതിന് കുറച്ചുകൂടി സമയം വെയിറ്റ് ചെയ്യാൻ സാധിക്കും. ഇമോഷണൽ ഹങ്കർ വളരെ പെട്ടെന്ന് വരുന്ന ഒരു വിശപ്പാണ്. പക്ഷെ ഫിസിക്കൽ ഹങ്കർ ഗ്രാജുവലിയേ വരുള്ളൂ. ഇപ്പൊ നമ്മളൊരു മീൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം കുറച്ച് 3-4 മണിക്കൂർ എടുത്തതിന് ശേഷം ഗ്രാജുവലി മാത്രം വരുന്നതാണ് ഫിസിക്കൽ ഹങ്കർ. ഇമോഷണൽ ഹങ്കർ എപ്പോഴും ഒരു പെർട്ടിക്കുലർ ഫുഡിന് വേണ്ടിയിട്ടുള്ള ഒരു ക്രേവിംഗ് ആയിരിക്കും. പക്ഷെ ഫിസിക്കൽ ഹങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ ഏത് വൈഡ് റേഞ്ച് ഓഫ് ഫുഡ് ഐറ്റംസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ സാധിക്കും. ഇമോഷണൽ ഹങ്കർ വയറ് നിറഞ്ഞതുപോലെ അറിയാതെ പിന്നെയും പിന്നെയും കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം വിശപ്പാണ്. പക്ഷെ ഫിസിക്കൽ ഹങ്കർ എന്ന് പറയുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി ആ വിശപ്പ് കെടുന്നതാണ്. ഇമോഷണൽ ഈറ്റിങ്ങിന് ശേഷം അത് കഴിക്കുന്ന ആൾക്ക് ഒരു ഷെയിം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗിൽട്ടി ഫീലിംഗ് ഒക്കെ വരുന്നത് സർവ്വസാധാരണമാണ്. പക്ഷെ അതുപോലെയല്ല ഫിസിക്കൽ ഹങ്കറിൽ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും കുറ്റബോധം തോന്നേണ്ട ആവശ്യമുണ്ടാവില്ല. നിങ്ങൾക്ക് ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമോഷൻ എന്താണ് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളത് ഐഡന്റിഫൈ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളുടെ ആ ഒരു ഇമോഷൻ കണ്ടുപിടിക്കാൻ 3 ചോദ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്. ഇങ്ങനെ ഒരു ക്രേവിംഗ് എല്ലാം വരുന്ന സമയത്ത്, ആം ഐ റിയലി ഹംഗ്രി, എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ കൂടുതൽ ഭക്ഷണം എൻ്റെ വിശപ്പിന് ആവശ്യമാണോ, അല്ലെന്നുണ്ടെങ്കിൽ ഇത്രയും ഭക്ഷണം ഞാൻ കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കുക. പിന്നീട് എന്തുകൊണ്ടിട്ടാണ്, എന്തൊരു റീസൺ കൊണ്ടിട്ടാണ് എനിക്കിപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നതെന്നും കണ്ടുപിടിക്കുക. അടുത്തതായി ഇമോഷണൽ ഈറ്റിംഗ് വരുന്ന സമയത്ത് അതിനൊരു ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കുകയാണ് ചെയ്യേണ്ടത്. അതിപ്പോൾ നിങ്ങൾക്ക് ഇമോഷണൽ ഈറ്റിംഗ് ആണ് വരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ആൻഷ്യസ് ആയിരിക്കുന്ന സമയത്തോ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്തോ അല്ലെന്നുണ്ടെങ്കിൽ വളരെ എക്സ്ഹോസ്റ്റഡ് ആയിട്ടിരിക്കുന്ന സമയത്തോ ആണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇമോഷണൽ ഈറ്റിംഗിന്റെ ക്രേവിംഗ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് എന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ്സ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് വെച്ച് അതിനെ റീപ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ സ്റ്റെപ്സ് ഒന്നും നിങ്ങളെ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും വേണ്ടത് ഒരു മികച്ചതായിട്ടുള്ള കൗൺസിലിംഗ് ആണ്. ഒരു പ്രൊഫഷണലിന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തെറാപ്പി വഴി നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു പ്രിവെൻഷനോ ഒരു കൺട്രോളോ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇമോഷണൽ ഈറ്റിംഗ് കണ്ടുപിടിക്കാനും അതുപോലെ തന്നെ അതിനെ കൺട്രോൾ ചെയ്യാനും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നമസ്കാരം.